ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം ഇന്ന് ദൈവം പ്രദാനം ചെയ്യട്ടെ. ഈ പ്രഭാതത്തിൽ ആദ്യമേ നിന്റെ ശ്രദ്ധ ഞാനൊരു വചനത്തിലേക്കാണ് തിരിക്കുക. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 16-ാമത്തെ വാക്യം. അത് ഈശോയുടെ വലിയൊരു ചോദ്യമാണ്. ഇപ്രകാരമാണ്: ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? ഈശോ ഈ ചോദ്യം ചോദിക്കുക യഹൂദരോടൊക്കെയാണ്. എത്ര പറഞ്ഞിട്ടും മനസ്സിലാക്കാത്ത വ്യക്തികൾ, എന്ത് ചെയ്താലും കുറ്റം പഠിക്കുന്ന വ്യക്തികൾ. ഈശോ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനായിട്ട് വന്നപ്പോൾ ഈശോയെ പറയാണ്, ഈശോയെക്കുറിച്ച് അവർ പറയുന്നു ഭക്ഷണപ്രിയൻ എന്നാണ്. സ്നാവയോഗനാൻ ഭക്ഷിക്കാത്തവനായിട്ട് വന്ന് ഇപ്പോൾ പിശാചുവാദി എന്നൊക്കെ പറയുന്നു. എന്തിനും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു പ്രവണത. അതിനെ കണ്ടിട്ട് ഈശോ പറയുക, ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കുക? പ്രിയ സഹോദര സഹോദരി, ക്രിസ്മസിനാണ് നമ്മൾ ഒരുങ്ങുക. എളിയവനായി പിറന്നവൻ, എളിയവനായവൻ, നമ്മളെല്ലാം സ്വീകരിക്കുന്നവൻ, സ്നേഹം ഒഴുക്കുന്നവൻ. തീർച്ചയായിട്ടും അവനിലേക്ക് എത്തുമ്പോൾ ജീവിതത്തിലേക്ക് ഒരു പരിശോധനയൊക്കെ ആവശ്യമാണെന്നാണ് ഈ വചനം പറയുക. ഈശോ അന്ന് അവരെ നോക്കി പറഞ്ഞെങ്കിൽ ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് ഈശോ ഇങ്ങനെ വല്ലതും പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുമോ? എൻ്റെ വാക്കും പ്രവൃത്തിയും ഒരേപോലെയാണ് പോവുക. ജീവിതത്തിലെ ഒന്ന് വിലയിരുത്തുക, ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക. കാരണം ഈശോയാണ് നമ്മുടെ മുമ്പിൽ. ഈശോയ്ക്ക് ചേർന്ന രീതിയിൽ ജീവിതം ക്രമീകരിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ഈശോയെ, നിനക്ക് ചേർന്നതായിട്ടുള്ള ഒരു ജീവിതം, വാക്കിലും പ്രവൃത്തിയിലും യാതൊരുവിധ പൊരുത്തക്കേടുകളുമില്ലാതെ നിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക. അങ്ങനെ നിൻ്റെ തിരുജന്മത്തിനായിട്ട് ഒരുങ്ങുവാൻ ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്ന് സംരക്ഷണം നൽകണമേ. ഏർപ്പെടുന്ന എല്ലാ ഉദ്യമങ്ങളിലും നിൻ്റെ നാമത്തിൽ ഐശ്വര്യം ഉണ്ടാകട്ടെ, വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആദിയിലും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ.